പിന്നെ നമ്മൾ ഇതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. You guys already know his name. What's his name? Ayan. Tell to my audience. Ayan. Okay. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ടാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ടോപ്പിക് ഈസ് ഓൾ അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. യാ. അയാൾ എന്താണ് ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട് അറിയുന്നത്? You have so many friends, right? So you already having so many friends in Kerala, Oman. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട് അയാൾ എന്താണ് പറയാനുള്ളത്? ആസ് എ ബോയ്സ് ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട് നീ പറയണം. ആസ് എ ഗേൾസ് ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട് ഞാൻ പറയും. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ ഫ്രണ്ടിന് ഫ്രണ്ട്സിനെ കൊണ്ട് നിനക്ക് ഉണ്ടാവുന്ന നീഡ്സ്, ഫ്രണ്ട്സിന്റെ കെയർ, ലവ്, എവറിത്തിങ് യു ഷുഡ് സേ. ഫ്രണ്ട്സിന്റെ പേര് പറയണം. Don't mention the name. So let's talk about girls friendship. 90% of girls are having besties. That one person will be there every time to share everything. എന്തെങ്കിലും സങ്കടം വന്നാൽ പോയി ഷെയർ ചെയ്യാനോ ഹാങ് ഔട്ട് ചെയ്യാനോ സെയിം എനിക്കുണ്ടാകുന്ന അതേ വൈബ് അവർക്കും ഉണ്ടാവും. പെർസെന്റ് ഓഫ് ഗേൾസ് ആർ ഹാവിംഗ് ദാറ്റ് വൺ പേഴ്സൺ. ബട്ട് കമ്മിങ് ടു ബോയ്സ് ഫ്രണ്ട്ഷിപ്പ്, അറിയാനും ലവ് ചെയ്യാനും ഭയങ്കര ഫണ്ണിയായിട്ട് അയാളുടെ വൈബിൽ കിട്ടുന്ന ഒരു ഗൈ ഉണ്ടോ അയാളുടെ ലൈഫിൽ? ഓക്കെ, സോ അയാള് ഉണ്ടെന്നാ പറയുന്നത്. അഡൽട്ട്ഹുഡിൽ എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും, അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവില്ലായിരിക്കാം. സ്റ്റോറീസിൽ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. ബോയ്സിന് അങ്ങനെ ഭയങ്കര ബെസ്റ്റി അങ്ങനെയാണ് അവര്. എടാ എന്താടാ ഓടാ ഓടാ ആ ഒരു വൈബിലാണ്. ഗേൾസിന്റെ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാല് അവർക്ക് എന്തെങ്കിലും ഒരു ഹേർട്ട് ആയിക്കാനല്ലോ എന്തെങ്കിലും അത് അവർ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കും കേട്ടോ. അത് മനസ്സിനുള്ളത് പോവില്ല. അത് എങ്ങനെ അത് മനസ്സിനുള്ളിൽ തന്നെ വെച്ചിട്ട് അവർക്ക് അത് വെച്ചിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുക. അപ്പം പണ്ടത്തെ ഒരു വൈബ് പിന്നെയും വരൂല. അത് കുറച്ച് സമയം എടുക്കും, കുറച്ച് കൂടുതൽ സമയം എടുക്കും. നേരെ മറിച്ച് ബോയ്സിന്റെ ലൈഫിലാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഫേസിൽ പറഞ്ഞ് അതിന് പ്രോബ്ലം അവരത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷെ ഗേൾസിന് എന്തെങ്കിലും ഒരു പ്രോസസ് ചെയ്യുന്ന സർജറി സംതിങ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഗേൾസ് ടു ഗേൾസ് ആണ് ടെല്ലിങ്. സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഓ മൈ ഗോഡ്, ദെൻ ഗോഡ് അവർ ആ ഫ്രണ്ട്ഷിപ്പേ ബാക്കൗട്ട് ആവും. എല്ലാ വൈബും എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയുന്നില്ല. അപ്പൊ അയാൻ ബോയ്സ് ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട് നീ ആ പറയണ്ടേ? ബോയ്സ് ഫ്രണ്ട്സ് നീ ബോയ് അല്ലേ, മസിൽ കാണിക്കുന്നുണ്ട് കണ്ടാ ഇത് കണ്ടാ അയാൾ അപ്പൂനെങ്ങാട്ട് മസിലുണ്ട്. അപ്പൊ അയാൻ പറ ബോയ്സ് ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട്. ബോയ്സിന് മസിലുണ്ട്, എല്ലാവർക്കും അറിയില്ല. പിന്നെ എഗ് കഴിക്കും. ഇതെന്താ ജിം ക്ലാസ്? ബോയ്സിന് മസിലുണ്ട്, എല്ലാവരും ഓടും. This topic, what do you want to tell to my audience? This is our current topic. And friendship. I think ഇവന് ചെറിയൊരു കുട്ടിയല്ലേ, അപ്പൊ ഇവനക്ക് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ്ങിലേക്ക് ഇവൻ എത്തിയിട്ടില്ല. സോ അടുത്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അത് റിയാലിറ്റി. അപ്പോൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് ഇവൻ മനസ്സിലാവും അല്ലേ. അതിനിപ്പോ ചെറിയ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവന് അതൊന്നും പറയാൻ അറിയില്ല. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അയാൾ ഇതൊക്കെ തകവല്ലേ. അടുത്ത ടോപ്പിക്കുമായി